യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ സ്തുതികൾ അർപ്പിക്കുവാനും ദൈവാനുഗ്രഹം നേടുവാനും നമ്മൾക്കൊരു ദിവസം കൂടി കിട്ടിയതിന് നന്ദി പറയാം. രാജാക്കന്മാർ പോലും അവരുടെ പദവികൾ മറന്ന് സ്വർഗസ്ഥനായ പിതാവിനെ സ്തുതിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രണ്ട് സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം. ദാവീദ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ പദവികളെല്ലാം മാറ്റി നിർത്തിയിട്ട് ചെറുതും വലുതുമായി ദൈവം കൊടുത്തിരിക്കുന്ന നന്മകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗം. പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിലും ദാവീദിനെ പോലെ ഒരു മനസ്സുണ്ടാകണം. ദൈവം തന്നതിനെല്ലാം ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു മനസ്സ്. ഒന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയതല്ല എന്ന് വിശ്വസിച്ച് തന്നവന് കൃതജ്ഞതയോടെ നന്ദി അർപ്പിക്കുവാനുള്ള മനസ്സ്. ആ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങെന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം. അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോടങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ദാവീദിനെ അനുഗ്രഹിച്ച കർത്താവ് ഈ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ആ വചനം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നും കർത്താവിൻ്റെ മുൻപിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മാറിപ്പോകാതിരിക്കേണ്ടതിനും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം എന്നും അനുഗ്രഹീതമായി തീരുവാനും ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ.
നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവനാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടച്ചു നീക്കട്ടെ. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ നിങ്ങളുടെ മനസ്സ് ഒരുങ്ങട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നു മുതൽ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നേക്കും അനുഗ്രഹീതമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.